ഇന്നിവിടെ അമ്പലത്തിൽ വെച്ച് അഭിമന്യുവിന്റെ അമ്മയും അനിയത്തെയും കണ്ടിരുന്നു ഞാൻ. അവരെന്നെ തിരിച്ചറിഞ്ഞു. കുറച്ചധികം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അഭിമന്യുവിനെ വിളിച്ചതും കാണുന്നു പറഞ്ഞതും. എന്താ കാര്യം? അവരെന്താ പറഞ്ഞത്? അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു. ഒരുപാടൊന്നും സംസാരിച്ചില്ല. പക്ഷേ അനിയത്തി എന്നെ കുറെ കുറ്റപ്പെടുത്തി. മനഃപൂർവ്വമായിട്ടല്ല, പക്ഷേ അവളുടെ മനസ്സിലെ സങ്കടം എന്നോട് കാട്ടിയത്. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഏട്ടനെ അവള്. അനിയത്തിയെ പറഞ്ഞത് മറ്റൊരു കല്യാണം തീരുമാനിച്ചിട്ടും ആ പെണ്ണിന് മനസ്സ് കൊടുക്കാൻ അഭിമന്യുവിന് കഴിഞ്ഞിട്ടില്ലെന്ന്. ഇപ്പോഴും ഞാനായി മനസ്സിലെന്ന്. അല്ലെന്ന് പറഞ്ഞ കള്ളമാവും. മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ശ്രമിക്കണ്ട. മറക്കാൻ ശ്രമിക്കുന്തോറും ഓർത്തുകൊണ്ടേയിരിക്കും. അതാ ചില നല്ല ഓർമ്മകളുടെ കുഴപ്പം. നമുക്കിടയിൽ വളരെ കുറച്ചു കാലം കൊണ്ട് ഇണക്കവും പിണക്കവും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. എന്ന് വെച്ച് നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്നല്ലല്ലോ അതിന്റെ അർത്ഥം. എന്നെ പോലെ തന്നെയാ മറ്റൊരു പെണ്ണും. ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടാവും കതിർമണ്ഡപത്തിലേക്ക് വരിക. കഴുത്തിൽ വീഴുന്ന താലി അവൾക്കൊരു സുരക്ഷയാണ്. ഭർത്താവെന്ന് പറയുന്നത് പെണ്ണിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. ആ സ്വപ്നങ്ങള് പൊലിഞ്ഞു പോവരുത് അഭിമന്യു. അവളുടെ കണ്ണ് നനയാൻ ഇടവരരുത്. എനിക്ക് ആരെയും വേദനിപ്പിക്കുന്ന ഒരു ശീലമില്ല. തമാശയ്ക്ക് എന്തെങ്കിലും കുറുമ്പുകളൊക്കെ കാണിക്കുമെങ്കിലും കണ്ണീര് കാണാൻ പറ്റാത്തൊരു മനസ്സുണ്ട് എനിക്ക്. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് തന്നെയാ. അതുകൊണ്ട് എനിക്കുറപ്പുണ്ട് അഭിമന്യുവിന്റെ ഭാര്യ ആവുന്നവൾ ഭാഗ്യം ചെയ്ത പെണ്ണ. ഞാൻ കാരണം അവൾക്കൊരിറ്റ സ്നേഹം പോലെ നഷ്ടപ്പെടരുത്. അത് ഈ അമ്പലത്തിന് മുന്നിൽ വെച്ച് അഭിമന്യു എനിക്ക് വാക്ക് തരണം. വാക്ക്. അറിയാലോ, വാക്ക് പറഞ്ഞാ അത് തെറ്റിക്കാത്തവരാ നമ്മൾ രണ്ടുപേരും. മനസ്സുകൊണ്ട് അഭിമന്യുവിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.